ഹലോ എവ്രിവൺ, എൻ്റെ പേര് ഡോക്ടർ അഞ്ജലി. ഞാനൊരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആണ്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഗില്ലൻ-ബാരി സിൻഡ്രോം അഥവാ GBS പടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനയ്ക്കായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിദഗ്ധ സംഘത്തെ പൂനെയിലേക്ക് അയച്ചതായി റിപ്പോർട്ട്. പൂനെയിൽ 73 പേരിലാണ് ഈ അപൂർവ ന്യൂറോളജിക്കൽ രോഗമായ ഗില്ലൻ-ബാരി സിൻഡ്രോം സ്ഥിരീകരിച്ചതെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. പൂനെയിലെ പല ഏരിയാസിലായിട്ട് ഗില്ലൻ-ബാരി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രോഗം പടർന്നു പിടിക്കുന്നുണ്ട്. 70-ലധികം പേർക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു രോഗമായിട്ടുണ്ട്. അതിൽ പലരുടെയും കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണ്. പലരും വെന്റിലേറ്ററിലാണ്. അപ്പോൾ എന്താണ് ഈ രോഗം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ രോഗം പടരുന്നത് എന്നതിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യുന്നത്. ഗില്ലൻ-ബാരെ സിൻഡ്രോം, ഇതിനെ ചിലർ പ്രൊനൗൺസ് ചെയ്യുന്നത് ഗുല്ലൻ-ബാരെ സിൻഡ്രോം എന്നാണ്, അഥവാ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ GBS. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ പല ഏരിയാസിലും ഡിഫറെൻ്റ് ആണെങ്കിലും ഇതൊരു രോഗം തന്നെയാണ്. ഇത് മെയിൻലി ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് രോഗപ്രതിരോധ ശേഷിയുള്ള ഒരാളുടെ ശരീരത്തിലേക്ക് ഒരു രോഗാണു കടന്നു വരികയാണെങ്കിൽ നമ്മുടെ ബോഡി എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി കുറച്ച് ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആൻറ്റിബോഡീസ് ആയിരിക്കും ചെന്നിട്ട് ഈ രോഗാണുവിനെ നശിപ്പിക്കുന്നത്, അതിനെ തിന്നുകളയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില പ്രത്യേകതരം രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിലെ ആൻറ്റിബോഡീസിന് പ്രോപ്പറായിട്ട് അവരെ ഡിറ്റക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതിന് മോളിക്കുലാർ മിമിക്രി എന്ന് പറയും. അതായത് ഇവർ ഒരു മിമിക്കിംഗ് ആയിട്ടുള്ള ഒരു രീതി കാണിക്കുകയും അപ്പം നമ്മുടെ ബോഡിയിലുള്ള ആൻറ്റിബോഡീസ് ടോട്ടലി കൺഫ്യൂസ്ഡ് ആവുകയും പിന്നെ നമ്മുടെ ബോഡിയിലുള്ള ആൻറ്റിബോഡി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു രോഗാണുവാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ തന്നെ സ്വന്തം ശരീരത്തിലെ പല ഭാഗങ്ങളെയും ചെന്നിട്ട് ഈ ആൻറ്റിബോഡികൾ ഉപദ്രവിക്കാൻ തുടങ്ങും. അതായത് നമ്മുടെ ആൻറ്റിബോഡീസ് നമ്മളെ തന്നെ ഉപദ്രവിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ GBS അഥവാ ഗില്ലൻ-ബാരെ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. GBSൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ശരീരത്തിലുള്ള നാഡീവ്യൂഹങ്ങളെയാണ് ഈ ഒരു ആൻറ്റിബോഡീസ് മോളിക്കുലാർ മിമിക്രി വഴിയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ആൻറ്റിബോഡീസ് അഫക്റ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള നാഡീവ്യൂഹങ്ങൾ പോളിന്യൂറോപ്പത്തി ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലുള്ള പല നെർവ്സിനെ ഇത് അഫക്റ്റ് ചെയ്യും. നമ്മുടെ നെർവ്സ് ഡാമേജ് ആവുകയും ചെയ്യും. ഇത് എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇത് പതിയെ നമ്മുടെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാക്കും. അതായത് നമ്മുടെ ശരീരത്തിന് കാൽപാദത്തിൽ നിന്നായിരിക്കും ഇത് തുടങ്ങുക. കാൽപാദത്തിൽ നിന്ന് നേരെ പതിയെ നമ്മുടെ ശരീരത്തിന്റെ മുകളിലേക്കായിരിക്കും ഇത്. അങ്ങനെയാണ് പതിയെ മുകളിലേക്കായിരിക്കും ഈ തളർച്ച തുടങ്ങുന്നത്. അപ്പോൾ പതിയെ ആദ്യം ഇപ്പോൾ ഇത് കുട്ടികളിലും വലിയവരിലും ഒരുപോലെ തന്നെയായിരിക്കും കേട്ടോ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ ലാസ്റ്റ് കണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ 4 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ കുഞ്ഞിന് ഇതിൻ്റെ അമ്മ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുഞ്ഞ് 2 ദിവസമായിട്ട് കുഞ്ഞ് നടക്കുമ്പോൾ കുഞ്ഞ് വേച്ച് നടക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞ് നടക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് താഴെ വീഴുന്നു. ഇത് മാത്രമായിരുന്നു അവരുടെ ലക്ഷണം. അപ്പോൾ ഇങ്ങനെ കുട്ടികളിലാവുമ്പോഴത്തേക്കും അവർക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അവർക്ക് ചിലപ്പോൾ സംസാരിക്കാനൊന്നും തുടങ്ങാത്ത കുട്ടികളാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ക്ലാസിക്കായിട്ടുള്ള പല ലക്ഷണങ്ങളും കുട്ടികളിൽ ഉണ്ടാവില്ല. പക്ഷെ മുതിർന്നവരിൽ ക്ലാസിക് ആയിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവും. ഈ ഒരു രോഗം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന്റെ കാൽപാദത്തിൽ നിന്നാണ്. കാൽപാദം പതിയെ നമ്മുടെ തളർന്നു തുടങ്ങും. നടക്കുന്ന ഒരാൾക്കാണെങ്കിൽ പതിയെ നടക്കാൻ ചില ബുദ്ധിമുട്ടുണ്ടാവും. വേഗത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ പതിയെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. അതിനുശേഷം ഇരുന്നിടത്ത് എണീക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പതിയെ ആൾ കിടന്നു പോവും. പിന്നെ കിടന്നിടത്ത് നിന്ന് അയാൾക്ക് എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കംപ്ലീറ്റ്ലി ബെഡ് റിഡൺ ആവും. അതിനുശേഷം പതിയെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് ചരിഞ്ഞോ തിരിഞ്ഞോ പോലും കിടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പിന്നെ ടോട്ടലി ബെഡ് റിഡൺ ആവും. കൈകാലുകൾ അനക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആൾ കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയിപ്പോവും. അങ്ങനെയാണ് ഈ ഒരു ഡിസീസിന്റെ പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഇത് പ്രോഗ്രഷൻ സംഭവിക്കുന്നത് എത്ര ദിവസത്തിനുള്ളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പല വെറൈറ്റീസ് ഉണ്ട് ഈ GBS എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഓരോ വെറൈറ്റിക്കും കിട്ടുന്ന ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ അമാൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്, അംസാൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്, മില്ലർ ഫിഷർ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഈ ഓരോ വെറൈറ്റിയുടെയും സീരിയസ്നെസ് അല്ലെങ്കിൽ ഡിസീസ് സിവിയാരിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിസീസ് സിവിയാരിറ്റി അനുസരിച്ച് ഈ ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ന്യൂസുകളിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ പൂനെയിൽ പടരുന്ന ഈ ഒരു പെർട്ടിക്കുലർ വേരിയന്റിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ ദിവസങ്ങൾക്കകം തന്നെ 1-2 ദിവസത്തിനകം തന്നെ ആള് കംപ്ലീറ്റ്ലി ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം ആള് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയി പോകുന്നു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഓരോ വെറൈറ്റി അനുസരിച്ചിട്ട് ഈ ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആവും. ഇപ്പോൾ കറൻ്റ്ലി പൂനെയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു രോഗത്തിന് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രഷനാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില ആളുകളിൽ ഈ ഒരു തളർച്ചയോടൊപ്പം തന്നെ കാലുകൾക്ക് വേദന ഉണ്ടാവും, പെയിൻ അവർ പറയാം. ചില ആളുകൾക്ക്
കാലുകളിൽ തരിപ്പ് പറയാം, ടിംഗ്ലിംഗ് സെൻസേഷൻ പറയാം. അപ്പൊ അങ്ങനെ വേദനയോടുകൂടി ഇത് പതിയെ പതിയെ തുടങ്ങും. പതിയെ കാലുകളുടെ തുടകൾക്ക് വേദനയുണ്ടാകും, നടുവിന് വേദനയുണ്ടാകും, നട്ടെല്ലിന് വേദനയുണ്ടാകും, നമ്മുടെ കഴുത്ത് വശത്തിന് വേദനയുണ്ടാകും. അങ്ങനെ പതിയെ മുകളിലോട്ട് ചെല്ലും തോറും ഉണ്ടല്ലോ, നമ്മളുടെ ഈ ഒരു നെഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ നെഞ്ചിലെ റെസ്പിറേറ്ററി മസിൽസ് ഉണ്ട്, ഇവിടെ താഴെ ഡയഫ്രം ഉണ്ട്. അപ്പൊ ഈ ഡയഫ്രം ഒക്കെ പാരലൈസ്ഡ് ആയി തുടങ്ങുമ്പോഴത്തേക്കും ആളുകൾക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ റെസ്പിറേറ്ററി ഡിഫിക്കൽട്ടി ഉണ്ടാവും, റെസ്പിറേറ്ററി പാരലിസിസ് ഉണ്ടാവും. അങ്ങനെ മിക്കവാറും ഈ GBS മരണം സംഭവിക്കുന്ന റെസ്പിറേറ്ററി പാരലൈസിസ് വഴിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടണം, നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ, ഇന്റർവെൻഷൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ റെസ്പിറേറ്ററി പാരാലിസിസ് ഒന്നും വരാതെ നമുക്ക് ആളുകളെ രക്ഷിക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ നാഡികളെയും ഇത് അഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രേനിയൽ നെർവ്സിനെയൊക്കെ അഫക്ട് ചെയ്യും. ഇപ്പോൾ ഫേഷ്യൽ നെർവിനെയൊക്കെ അഫക്ട് ചെയ്യുകയാണെങ്കിൽ 2 സൈഡിലുള്ള ഫേഷ്യൽ നെർവ്സിനെ അഫക്ട് ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്ക് ബൈഫേഷ്യൽ ആയിട്ടുള്ള പാരലിസിസ് സംഭവിക്കും. പിന്നെ ഇതിന്റെ ചില വേരിയന്റിൽ നമ്മളുടെ ശബ്ദം മാറുക, നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, കഴിക്കുമ്പോൾ വേദന, തൊണ്ടയ്ക്ക് വേദന ഉണ്ടാവുക, ഡിസ്ഫാജിയ ഉണ്ടാവുക, അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. ഇതിന്റെ തുടക്കത്തിലെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഇതിനെ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു 100% സെൻസിറ്റീവ് 100% സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും ഇല്ല. ആകെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു MRI ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ നട്ടെല്ലിന്റെ നീര് CSF അനാലിസിസ് ചെയ്യുന്നത് വഴിയിട്ട് നമുക്ക് ഇതിനെ ഡയഗ്നോസ് ചെയ്യാം. പക്ഷെ അതൊരിക്കലും 100% സ്പെസിഫിക് അല്ല. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് 100% ഇതിനെ കംപ്ലീറ്റ്ലി ഈ ഒരു ടെസ്റ്റുകൾ വഴി ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ഡോക്ടർക്ക് ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴിയിട്ട് ഇതിനെ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഇതിന് ഇങ്ങനെ ഒരു സംശയം നമുക്ക് തോന്നിയാൽ തന്നെ, ഇത് GBS ആണെന്നൊരു ചെറിയ ഡൗട്ട് തോന്നിയാൽ തന്നെ നമ്മൾ ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ഇതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ ഒരു കുഞ്ഞിന്റെ കാര്യം. ഇപ്പൊ 4 വയസ്സുള്ള ആ കുഞ്ഞിനെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് പ്രസന്റ് ചെയ്തത് ഈ സിംറ്റംസ് തുടങ്ങി അതിന്റെ Day 2 Day 3 കുഞ്ഞ് പ്രസന്റ് ചെയ്തത്. നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ ഈ ഒരു ഡിസീസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. അപ്പൊ ഡോക്ടർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡോക്ടർക്ക് മനസ്സിലാകും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷനിൽ അരിഫ്ലക്സി ആയിരിക്കും സംഭവിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള റിഫ്ലക്സുകളൊക്കെ നഷ്ടപ്പെടും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് GBS ആണെന്ന് ഡോക്ടർക്ക് മനസ്സിലാവും. അപ്പൊ ഇമ്മീഡിയറ്റ്ലി ഇതിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങും. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് പ്ലാസ്മ ഫെറസിസ് അല്ലെങ്കിൽ IV ഇമ്യൂണോഗ്ലോബുലിൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ IV ഇമ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ പ്ലാസ്മ ഫെറസിസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പതിയെ പതിയെ ആള് റീകവർ ആയിട്ട് തുടങ്ങും. റെസ്പിറേറ്ററി പാരാലിസിസിലോട്ടൊന്നും പോകാതെ, വെന്റിലേറ്ററിലോട്ടൊന്നും പോകാതെ ആള് റീകവർ ആയിട്ട് തുടങ്ങും. ഇനി ഈ റീകവറി എന്ന് പറയുന്നത് പലരിലും പല രീതിയിലായിരിക്കും. ചിലര് 1-2 ആഴ്ചക്കകം തന്നെ കംപ്ലീറ്റ്ലി റീകവർ ആവുന്നവരുണ്ട്. ഞാൻ ലാസ്റ്റ് കണ്ട കേസ് 2 ആഴ്ചക്കുള്ളിൽ തന്നെ ആ കുട്ടി കംപ്ലീറ്റ്ലി റീകവർ ആയി. അപ്പൊ മുതിർന്നവരിലാണെങ്കിൽ തന്നെയും ചിലര് ആഴ്ചകൾക്കുള്ളിൽ റീകവർ ആകും, ചിലര് മാസങ്ങൾക്കുള്ളിൽ റീകവർ ആകും, ചിലർക്ക് ഒരുപാട് സമയം എടുക്കും, വർഷങ്ങളോളം ചിലപ്പോൾ എടുക്കും. അതായത് ഇവൻ കംപ്ലീറ്റ്ലി റീകവർ ആയെങ്കിൽ പോലും ഇതിന്റെ കുറച്ച് പോസ്റ്റ് റെസിഡുവൽ ആയിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് അവരിൽ ഉണ്ടാവും. അതായത് ഇതിന്റെ ചില ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ശരീരം പാരലൈസ്ഡ് ആയി പോകും, പിന്നെ നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, കൈകാലുകൾക്ക് വേദനകൾ ഉണ്ടാവും, ബാക്ക് പെയിൻ ഉണ്ടാവും, പിന്നെ നമ്മൾ റെസ്പിറേറ്ററി മസിൽസിന് ബുദ്ധിമുട്ടുണ്ടാവുന്നത് കൊണ്ട് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പലപ്പോഴും ആസ്പിരേഷൻ ഉണ്ടാകും, നിമോണിയ ഉണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫേഷ്യൽ മസിൽസിനൊക്കെ പാരാലിസിസ് ഉണ്ടാവുന്നത് കൊണ്ട് കണ്ണിനൊക്കെ അൾസർ വരും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഈ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഇതിൽ നിന്ന് റീകവർ ആയെങ്കിൽ പോലും ഇതിന്റെ ചില ഡിലേഡ് കോംപ്ലിക്കേഷൻസ് ചില ആളുകളിൽ ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള ഡിലേഡ് കോംപ്ലിക്കേഷൻസിൽ ഒന്നാണ് ആളുകൾക്ക് പണ്ടത്തതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുക, എപ്പോഴും ക്ഷീണം, അല്ലെങ്കിൽ കുറച്ച് സ്ട്രെനുവസ് ആയിട്ടുള്ള വർക്ക് ചെയ്തു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഫാറ്റിക് ആവുക, പെട്ടെന്ന് തന്നെ ക്ഷീണിക്കുക, ശരീരത്തിന്റെ സന്ധികൾക്കൊക്കെ എപ്പോഴും വേദന വരിക, പിന്നെ എപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആൻസൈറ്റി, അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ഇതൊക്കെ ഇതിന്റെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷവും ഇത് കാണിക്കുന്ന ഒരു കോംപ്ലിക്കേഷൻസ് ആണ് ഈ പറയുന്നതെല്ലാം.
അപ്പോൾ എന്താണ് ഈ GBS ഉണ്ടാക്കുന്ന രോഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് അണുക്കളുണ്ട്. അതായത് എപ്സ്റ്റീൻ ബാർ വൈറസ് അതിനൊരു ഉദാഹരണമാണ്. സൈറ്റോമെഗാലോ വൈറസ് ഉണ്ടാക്കുന്നുണ്ട്. ക്യാമ്പൈലോബാക്ടർ ജെജനെ എന്ന് പറയുന്ന ഒരു രോഗമാണ് ഇതിന് കാരണമാവുന്നുണ്ട്. ഇതിൽ മെയിൻ ആയിട്ടും ക്യാമ്പൈലോബാക്ടർ ജെജനെയാണ് ഈ GBS ഉണ്ടാക്കുന്നത്. അപ്പൊ ക്യാമ്പൈലോബാക്ടർ ജെജനെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് അതായത് നമ്മൾ അണുക്കൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഫീക്കോറൽ റൂട്ട് വഴിയിട്ടാണ്, മലിനമായിട്ടുള്ള ജലം, ഇങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ് ഈ രോഗാണു നമ്മുടെ ശരീരത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നാഡീവ്യൂഹത്തിനെ സംബന്ധിക്കുന്ന ഒരു രോഗമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വേറെ ഏതോ വഴിയാണ് നമ്മുടെ ശരീരത്തേക്ക് വരുന്നതെന്ന് വിചാരിക്കരുത്. ക്യാമ്പൈലോബാക്ടർ ജെജനെ മെയിൻ ആയിട്ടും ഫീക്കോ ഓറൽ റൂട്ട് വഴിയിട്ടാണ് നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിക്കുക. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിനെ തടയാൻ സാധിക്കുന്നത്? ഇതിനെ തടയാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം എപ്പോഴും നന്നായിട്ട് വേവിച്ച് കഴിക്കുക. പ്രധാനമായിട്ടും ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വേവിക്കാത്ത മാംസാഹാരങ്ങളിൽ നിന്നിട്ട്, അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്ട്സ്, ഇപ്പൊ പനീറൊക്കെ ആണെങ്കിലും അതൊക്കെ അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നിട്ടാണ് ഇത് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തേക്ക് വരുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നമ്മൾ ഭക്ഷണം എപ്പോഴും മാംസാഹാരങ്ങളൊക്കെ ആണെങ്കിലും എപ്പോഴും നന്നായിട്ട് വേവിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. പിന്നെ ചിലർക്കൊരു രീതിയുണ്ട്, നമ്മൾ ഭക്ഷണം ഒന്ന് ചൂടാക്കി കഴിക്കും, അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന റെസിഡുവൽ ഭക്ഷണം നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും, ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ പിന്നെ എടുത്തത് ചൂടാക്കി കഴിക്കും. അപ്പൊ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് റാപ്പിഡ് കൂളിങ്ങും റാപ്പിഡ് ഹീറ്റിങ്ങും വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭക്ഷണത്തിൽ ബാക്ടീരിയാസിന് അതൊരു നല്ല മീഡിയം ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ബാക്ടീരിയാസ് ആ ഒരു ഭക്ഷണത്തിൽ പെരുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. എപ്പോഴും നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും പരമാവധി ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ ശ്രദ്ധിക്കുക. പുറത്തു നിന്നുള്ള ഹോട്ടലുകളിൽ നിന്നൊക്കെ ആണെങ്കിലും ഉള്ള ഭക്ഷണം കഴിക്കൽ പരമാവധി നിങ്ങൾ കുറയ്ക്കുക. പിന്നെ ബോർവില്ലിൽ നിന്നൊക്കെയാണ് വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ എപ്പോഴും തിളപ്പിച്ച് ഉള്ള ചൂടാറിയ വെള്ളം കുടിക്കുക. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി പ്രധാനമായിട്ടും ഈ ഒരു ഗില്ലൻ ബാരെ സിൻഡ്രത്തിനെ കുറിച്ചിട്ടുള്ള ആളുകൾക്കുള്ള ചില കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം നമുക്ക്. ഇതിന് ചില ആളുകൾക്കുള്ള ഒരു കോമൺ ഡൗട്ടാണ്, ഇത് നമ്മുടെ ശരീരത്തിനെ രണ്ട് ഭാഗത്തിനെയും തളർത്തി കളയുമോ എന്നുള്ളത്. നമ്മുടെ ശരീരത്തിന് ഇത് രണ്ട് ഭാഗത്തിനെയും ഇത് സിമെട്രിക്കൽ ആയിട്ടാണ് കേട്ടോ ഈ തളർച്ച വരുന്നത്. ഈ സ്ട്രോക്ക് ഒക്കെ വരുന്നത് പോലെ നമ്മുടെ ശരീരത്തിന്റെ ഒരു വൺ സൈഡ് അല്ല, ഇത് രണ്ട് സൈഡിനെയും ഒരേപോലെ തന്നെ തളർത്തും. ഇപ്പൊ കാൽഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ രണ്ട് കാലും ഒരേ സമയം തന്നെ തളരും, രണ്ട് കൈയും ഒരേ സമയം തന്നെ തളരും. അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രോക്കിൽ നിന്ന് പെട്ടെന്ന് ഇത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്ന ഒരു രണ്ടാമത്തെ ഒരു കോമൺ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇത് ആളുകളിൽ നിന്ന് മനുഷ്യനിലേക്ക് ഇത് പടരുമോ എന്നുള്ളത്. ഗില്ലൻ ബാരെ സിൻഡ്രോം ഒരിക്കലും മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പടരത്തില്ല. പക്ഷേ ഗില്ലൻ ബാരെ സിൻഡ്രോം ഉണ്ടാക്കുന്നത് മോസ്റ്റ് കോമൺലി ഏത് രോഗാണുവാണ്? ക്യാമ്പൈലോബാക്ടർ ജെജനെയാണ്. ഈ ക്യാമ്പൈലോബാക്ടർ ജെജനെ എന്ന് പറയുന്ന രോഗാണു വരുന്നത് ഫീക്കോറൽ റൂട്ടിലാണ്, അതായത് മലിനമായിട്ടുള്ള ആഹാരം കഴിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ടോയ്ലറ്റ് ഒക്കെ കുറച്ച് വൃത്തിയായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരേ വീട്ടിലെ തന്നെ ആളുകൾക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് പടരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ക്യാമ്പൈലോബാക്ടർ ജെജനെ വരുന്ന എല്ലാവർക്കും GBS ഉണ്ടാവണമെന്നില്ല. എല്ലാവരിലും ഇതുപോലെ മോളിക്കുലാർ മിമിക്രി ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് GBS ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് കോമൺ ആയിട്ടുള്ള ആളുകൾക്കുള്ള സംശയങ്ങൾ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മരണനിരക്ക് എങ്ങനെയാണെന്നുള്ളത്. മിക്കവരിലും ഇത് കംപ്ലീറ്റ്ലി, ഞാൻ പറഞ്ഞില്ലേ, കംപ്ലീറ്റ്ലി നമുക്ക് ക്യൂർ ആവാറുണ്ട്. മരണനിരക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ആള് റെസ്പിറേറ്ററി പാരാലിസിസിലോട്ടൊന്നും പോവാതെ ഇതിന്റെ മരണനിരക്ക് വളരെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കാറുണ്ട്. ആളിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് രക്ഷിക്കാൻ പറ്റാറുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആണ് ഈ ഒരു ഡിസീസിന്റെ കോഴ്സ് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് കംപ്ലീറ്റ്ലി, ചില ആളുകൾ റിക്കവർ ആവും, ചില ആളുകൾക്ക് കുറച്ച് 1-2 ആഴ്ചക്കുള്ളിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായതിനു ശേഷം പഴയപടി തന്നെ ഡിറ്റീറിയറേറ്റ് ചെയ്യുന്ന കേസസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഡിസീസിന്റെ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം എടുക്കുക. പിന്നെ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഭക്ഷണത്തിലും പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. എപ്പോഴും കുറച്ചുകൂടിയൊക്കെ നമ്മൾ ഹൈജീൻ കാര്യങ്ങൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പോകണം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരമാവധി ഈ ഒരു രോഗത്തിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ. നമ്മൾ ഒരു കാര്യം വരാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് വരാതെ നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെയുള്ള രോഗങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് മാറിക്കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ പല കോംപ്ലിക്കേഷൻസും പിന്നെ ഉണ്ടാവും. ഒരു വർഷങ്ങൾക്ക് ശേഷവും ഞാൻ ഈ പറഞ്ഞ പോലെ ജോയിന്റുകൾക്ക് വേദനയും കാര്യങ്ങളും, പിന്നെ നമുക്ക് പണ്ടത്തതുപോലെയൊന്നും നമ്മുടെ ജോലികൾ
ജോലികൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തിനാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും വരാതെ മാക്സിമം കൊണ്ടുപോകാം. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഈ കൊറോണ വൈറസ് പോലെ അല്ലെങ്കിൽ HMPV വൈറസ് പോലെയൊക്കെ ഈ GBS-ഉം പൂനെയിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുമോ, അത്രയും ഫാസ്റ്റ് ആയിട്ടൊക്കെ സ്പ്രെഡ് ചെയ്യുമോ എന്നൊക്കെ ഒരു പേടി എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഞാൻ ഈ പറഞ്ഞില്ലേ, ഇതുപോലെ തന്നെ ഫീക്കോറൽ റൂട്ട് വഴി പോകുന്ന ഒരു രോഗമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വലിയൊരു പാൻഡമിക് ഒന്നും ആവത്തില്ല. ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രം ഒരു എപ്പിഡമിക് ആയിട്ട് വന്ന് അത് ഒതുങ്ങി പോകത്തേ ഉള്ളൂ. ഇൻ കേസ് നമ്മുടെ നാട്ടിൽ വന്നാൽ പോലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പോയാൽ മതി. അപ്പോൾ ഇതിൽ ഭയപ്പെടാനായിട്ടൊന്നും ഇല്ല, അമിതമായിട്ട് ഉത്കണ്ഠയുടെ ആവശ്യവും ഇല്ല. അപ്പൊ അതുകൊണ്ട് മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.